സാറിൻ്റെ കൂടെയുള്ള ലേണിംഗ് എക്സ്പീരിയൻസ് അത്യാവശ്യം വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. ആൾ ഈ പ്രായത്തിൽ ഇവിടെ വന്ന് കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് കിട്ടാവുന്ന ഒരു വലിയൊരു മോട്ടിവേഷൻ ആയിരുന്നു അത്. ആൾക്കത് ഗ്രാസ്പ് ചെയ്യാനുള്ള സ്പീഡും നമ്മളായിട്ടുള്ള അടുപ്പവും എല്ലാം വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. അദ്ദേഹത്തിന് വേണ്ടി വേറൊരു ടീച്ചിങ് മെത്തേഡ് ഫോളോ ചെയ്യണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിൻ്റെ ആവശ്യം വന്നില്ല. ബാക്കി സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. അദ്ദേഹം വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ബാക്കി സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ മിങ്കിൾ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ ഒരു ഏജ് ഗ്യാപ്പിൻ്റെ പ്രശ്നം നമുക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. എല്ലാവരും ട്രീറ്റ് ചെയ്യുന്ന പോലെ അദ്ദേഹത്തിനും പഠിപ്പിക്കാനായിട്ട് സാധിച്ചു. പൊതുവേ ഈ ഒരു ഏജിൽ എല്ലാവരും ചൂസ് ചെയ്യുന്നത് സ്വന്തം ഫാമിലിയുടെ കൂടെയുള്ള വളരെ പീസ്ഫുൾ ആൻഡ് കാംഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്. എന്നാൽ അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോയ്സ് എടുത്തൊരു വ്യക്തി നമ്മളോടൊപ്പം ഇന്നുണ്ട്. ആ ചോയ്സ് എന്താണെന്നും ഇദ്ദേഹം ആരാണെന്നും നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. എൻ്റെ പേര് മധുസൂദനൻ. ഞാൻ ഹാരിസൺസ് മലയാളത്തിലെ അസിസ്റ്റൻറ്റ് മാനേജർ ഇലക്ട്രിക്കലായിട്ട് റിട്ടയർ ചെയ്തു. അപ്പോൾ റിട്ടയർമെൻറ്റിന് മുമ്പേ തന്നെ ഞാൻ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടർ തന്നെയായിരുന്നു. കാരണം ഞങ്ങൾക്ക് അവിടെ ഇതായിട്ട് കുറേ കൂടി റിലേറ്റഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കമ്പ്യൂട്ടറിൻ്റെ കോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ കോഡിംഗ് ആണ് ചെയ്യാം എന്ന് ഞാൻ നേരത്തെ ഡിസൈഡ് ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോൾ ഇവരാണ് കറക്റ്റായിട്ട് കോഡിംഗ് ഉള്ള ഒരു പാക്കേജ് ഇവരുടെ ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവർ എല്ലാം ഗൈഡ് ചെയ്തു. HTML വെബ് ഡിസൈനിങ്ങും കോഡിങ്ങും കൂടി കവർ ചെയ്തിട്ടുള്ള കോഴ്സ് കുറച്ചുകൂടി ചലഞ്ചിങ് ആയിട്ട് പ്രാക്ടിക്കലി അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് അതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെ എന്തായാലും കുറച്ച് അങ്ങനെ ചെയ്യാം എന്ന് തീരുമാനിച്ചതാണ്. ഇങ്ങനെ ഒരു ഡിസിഷനിലേക്ക് ഇൻസ്പയർഡ് ആവാനായിട്ടുള്ള റീസൺ എന്തായിരുന്നു? എന്തിൽ നിന്നാണ് ഇങ്ങനെ ഒരു കാര്യം ഇതിലേക്ക് ഇതിലൂടെ എനിക്ക് മുമ്പോട്ട് പോകാം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ചൂസ് ചെയ്യാം എന്ന് തോന്നിയത് എപ്പോഴാണ്, ഏതൊരു മൊമെൻറ്റിലാണ്? അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഹാരിസൺസ് മലയാളത്തിൽ കൂടുതൽ കാലം ജോലി ചെയ്തത് എഞ്ചിനീയറിംഗിലായിരുന്നു. അവിടെ ഞങ്ങൾക്ക് CAD എഞ്ചിനീയർ ഡ്രോയിങ്സ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ബന്ധപ്പെട്ട് കണക്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പ്രോഗ്രാമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ സമയവും ഇതുമായിട്ട് സിസ്റ്റമായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറേയും കൂടിയും യൂസർ ഫ്രണ്ട്ലി ആയിരുന്നു സിസ്റ്റംസ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും കോഴ്സ് പഠിക്കാം എന്നാണ് ഞാൻ ആദ്യം തീരുമാനിച്ചത്. ആദ്യം വിചാരിച്ചു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും വൈറസ് ഹാക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പക്ഷെ അത് എനിക്ക് കുറച്ചുകൂടി അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആവില്ല എന്ന് എനിക്ക് തോന്നി. അതാണ് ഇൻസ്പയർഡ് ആവാനുള്ള കാരണം. ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, ഫാമിലിയുടെ റെസ്പോൺസ് എന്തായിരുന്നു? ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോൾ അവരുടെ റെസ്പോൺസും കാര്യങ്ങളൊക്കെ എന്തായിരുന്നു? ഒരു ഹാപ്പി ആയിരുന്നു. കാരണം ഈ ഒരു പ്രായത്തിലും പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയുന്നുണ്ട് ഈ സമയത്ത് പഠിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കുറേ കൂടി നമ്മുടെ നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവും, കുറേ കൂടി നമുക്ക് ലൈവായിട്ട് നിൽക്കാൻ പറ്റും. പിന്നെ പലരും റിട്ടയർമെൻറ്റിന് ശേഷവും പഠിച്ചിട്ട് LLB എടുക്കുകയും പല കാര്യങ്ങളും പഠിക്കുന്നതായിട്ട് ഞാൻ മറ്റേ സോഷ്യൽ മീഡിയാസിലൊക്കെ കാണാറുണ്ട്. പലരും പഠിച്ച് ഡോക്ടറേറ്റ് വരെ എടുത്തിട്ടുള്ള കേസുകൾ ഫോറിൻ കൺട്രീസിൽ അത് കൂടുതലാണ്. ഇവിടെ നമുക്ക് അധികം ഓപ്പർച്യൂണിറ്റീസ് അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് അത് പ്രായം ഒരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇവിടെ ഗാൽടെക്കിൽ വന്നപ്പോൾ ഇവരുടെ റെസ്പോൺസ് എങ്ങനെയായിരുന്നു? എങ്ങനെയാണ് ഇവർ സാറിനെ ട്രീറ്റ് ചെയ്തത്? നല്ല ട്രീറ്റ് ആയിരുന്നു. അവർക്ക് നല്ല ഫാക്കൾട്ടി അവർ തന്നെ നമ്മളെ എൻകറേജ് ചെയ്തു. ചെയ്യാൻ പറ്റും. ഞാൻ തന്നെ അവരോട് ആദ്യം ചോദിച്ചു എനിക്കിത് ചെയ്യാൻ പറ്റുമോ, കാരണം കോഡിംഗ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ പിള്ളേരാണത് കൂടുതൽ ചെയ്യണതൊക്കെ, ഞാൻ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ല, ട്രയൽ എടുക്കാം, നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു അവരാണ് ധൈര്യമൊക്കെ തന്നെ. ഞാനും അതാണ് അടുത്ത് ചോദിക്കാൻ വന്നത്. ലൈക്ക് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നോ? എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്കിത് പറ്റുമോ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം പോസിബിൾ ആണോ, അല്ലെങ്കിൽ ഈ ഏജിൽ എന്നെ കൊണ്ട് ഇത് സാധിക്കുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മൈൻഡിൽ വന്നില്ലേ? അത് വന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. അതെങ്ങനെയാണ് ഓവർകം ചെയ്തത്? അത് ഇവർ തന്നെയാണ് എനിക്ക് ധൈര്യം തന്നത്, ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് തന്നത്. അത് കറക്റ്റ് വേണം, അവർ കറക്റ്റായിട്ട് തന്നെ അത് കുറേ കൂടി നന്നായിട്ട് നമുക്ക് ആ കോച്ചിങ് ഒക്കെ തരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ലേണിംഗ് പ്രോസസ്സ് തുടങ്ങിയ ശേഷം, സാറിന് ഇവിടെ വന്ന ശേഷം ഉണ്ടായിട്ടുള്ള ഏറ്റവും നല്ല എക്സ്പീരിയൻസസ് ഉണ്ടാവും, ചില സമയത്ത് ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. അങ്ങനെയുള്ള 1-2 എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുമോ? അതിൽ 2 കാര്യങ്ങളുണ്ടായിരുന്നേ. ഒന്ന്, എനിക്ക് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ ചലഞ്ചിങ് കുറച്ച് കോഡിങ് വരുമ്പോൾ അതിൻ്റെ ടഫ്നെസ് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. അത് പക്ഷേ ഇവർ കറക്റ്റായിട്ട് ബേസിക്സ് തൊട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഏത് ലെവലിലാണ് നിൽക്കണമെന്ന് അവർ ചെക്ക് ചെയ്ത് അതിന് കണക്കാക്കിയിട്ടുള്ള അലൈൻഡ് ആയിട്ടുള്ള എക്സസൈസുകളൊക്കെ തന്ന് ഡെവലപ്പ് ആയതുകൊണ്ട് അതെനിക്ക് മാറിക്കിട്ടി. അതിനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, എനിക്ക് ഈ ഏജിൽ കണ്ടിന്യൂസ് ഇപ്പോൾ 3 hour ക്ലാസ് എന്ന് പറഞ്ഞായിരുന്നു. 3 hour എനിക്ക് കണ്ടിന്യൂസ് ഇരിക്കാൻ പറ്റുമെന്നൊരു പേടിയുണ്ടായിരുന്നു.
കാരണം ഈ ഒരു പ്രായത്തിൽ 3 അവർ കുട്ടികളിരിക്കണ പോലെ ഇരിക്കാൻ പറ്റിയായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഒരു ബ്രേക്ക്, ഒരു 10 മിനിറ്റ് ഒരു ടീ ബ്രേക്കൊക്കെ എടുക്കും. അതൊന്നും അവർക്ക് സപ്പോർട്ടിങ് ആണ്, കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അതായിരുന്നു ഒരു പ്രശ്നം. ഇപ്പോഴും ഞാനൊരു ടീ ബ്രേക്ക് എടുക്കും, അതുകൊണ്ട് എനിക്കൊരു ഫീലിംഗ് തോന്നിയിട്ടില്ല. പിന്നെ ഇപ്പോൾ നമുക്കിവിടെ വന്ന ശേഷം സാറിന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പേഴ്സണലി സാറ്റിസ്ഫൈഡ് ആയിട്ട് തോന്നി, ഇപ്പോൾ ഇത് കൊള്ളാം, ഞാൻ ചെയ്തത് നന്നായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുള്ളൊരു ടാസ്ക് എന്തായിരിക്കും? ഇല്ല, ബേസിക് ഇത് അങ്ങനൊരു ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെ എല്ലാം സാറ്റിസ്ഫൈഡ് ആയിട്ട് തന്നെയാണ് പോണത്. ഇപ്പോൾ ഈ കോഡിംഗ് ഒക്കെ എഴുതുന്ന സമയത്ത് ഓരോന്നും സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോണേ. ഏതെങ്കിലും ഒന്ന് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലാണ്ട് പോയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ടാണ് പോകുന്നത് ഓരോന്നും. ഓക്കെ, സാറിൻ്റെ ഈ ഒരു എഫേർട്ട് ഇപ്പോൾ യങ്സ്റ്റേഴ്സിനാണെങ്കിലും അതുപോലെ സാറിൻ്റെ ഏജിലുള്ള ആൾക്കാർക്കാണെങ്കിലും ഒരു ഇൻസ്പിറേഷനാണ്. പക്ഷെ എന്നാൽ റിട്ടയർമെൻറ്റിന് ശേഷം ഒതുങ്ങിക്കൂടി നടക്കാം, അല്ലെങ്കിൽ ഫാമിലി ലൈഫിലേക്ക് ഒതുങ്ങാം എന്ന് വിചാരിക്കുന്ന ആൾക്കാർക്കും, അതുപോലെ ഇപ്പോൾ സാർ പറഞ്ഞ പോലെ സാറിന് ഇനിഷ്യലി ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് ഡൗട്ട് തോന്നി കുറച്ച് ഹോൾഡ് ബാക്ക് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കും ഒരു സജഷൻ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ സാർ എന്തായിരിക്കും കൊടുക്കുക? റിട്ടയേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നാച്ചുറലായിട്ട് ഉണ്ടാകുന്നൊരു തോട്ട് തന്നെയാണ്. കാരണം ലൈഫ് സെറ്റിലായി, പെൻഷനുണ്ട്, ഒരു ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒതുങ്ങാനാണ് നോക്കുക. പക്ഷേ എനിക്കുള്ള ഒരു സജഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ചെയ്യാണ്ട് നമ്മൾ എന്തെങ്കിലും ആക്റ്റീവായിട്ടുള്ള എന്തെങ്കിലും ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ജോബ് ഇന്നത് തന്നെ വേണമെന്നാ. ചിലപ്പോൾ അവർ ചെയ്തു വന്നിരുന്ന ജോബ് തന്നെയാണ് അവർക്ക് പ്രാക്ടിക്കലായിട്ട് പ്രൈവറ്റായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഡിസിഷനാണ്. ചിലപ്പോൾ ഇനിയിപ്പോൾ അത് ബോറിംഗ് ആണ്, കുറച്ചുകൂടി ചലഞ്ചിങ് ആവണം എന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ആവാം. കമ്പ്യൂട്ടറിന് ഇത് തന്നെ വേണമെന്ന് ഞാൻ പറയല്ല, അല്ലെങ്കിൽ ഏറ്റവും പ്രാക്ടിക്കലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള വേറെ എന്തെങ്കിലും. പലരും അങ്ങനെ പോകുന്നുണ്ട്, റിട്ടയർമെൻറ്റിന് ശേഷം പോകുന്നത് എനിക്കറിയാം, എൻ്റെ ഫ്രണ്ട്സ് പലരും അങ്ങനെ പോയിട്ടുണ്ട്. പക്ഷേ ചലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും പുതിയതായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടി അതൊരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കാം എന്നുള്ളൊരു നല്ലൊരു അവർക്ക് എനിക്ക് പറയാൻ പറ്റുന്ന ഒരു സജഷനാണ്. സാറിൻ്റെ എക്സ്പീരിയൻസ് ഞങ്ങളോട് ഷെയർ ചെയ്തതിനും ഞങ്ങൾ ഒരുപാട് ഇൻസ്പയർ ചെയ്തതിനും ഒരുപാട് താങ്ക് യു. ആൻഡ് ഇനിയും ഇതുപോലെയുള്ള ലേണിംഗ് ഓപ്പർച്യൂണിറ്റീസ് സാറിന് വരട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സർ.